ഈ തല കുലുക്കി നിൽക്കുന്ന കുഞ്ഞിനെ കണ്ടോ? ഇവന് നമ്മൾ ഗ്രൂം ചെയ്യാൻ ചെന്നപ്പോൾ ഇവന് നമ്മളോട് എന്തോ പറയാനുള്ളത് പോലെയൊക്കെ നമുക്ക് തോന്നി കേട്ടോ. അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് ആളുടെ ചെവിയിലൊക്കെ നല്ല രീതിയിൽ പഴുപ്പുണ്ടായിരുന്നു. ആൾക്ക് നല്ല വേദന എടുത്തിട്ടാണ് ആൾ നമ്മളോട് ഇങ്ങനെയൊക്കെ കാട്ടിക്കൊണ്ടിരുന്നത്. നമ്മളേതായാലും ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വല്ല പ്രശ്നം കാട്ടി. അതുകൊണ്ടാണ് നോക്കിക്കൊണ്ട് സ്കിന്നിലൊക്കെ നോക്കിയപ്പോൾ നല്ല രീതിയിൽ ഫംഗലും നല്ല ഷെഡിങ്ങും ഉണ്ട് അവന്. എന്തായാലും നമ്മൾ ഡീ ഷെഡിങ് കോമ്പോ ഒക്കെ ഉപയോഗിച്ചാൽ തന്നെ കുറേ ഹെയറൊക്കെ റിമൂവ് ചെയ്തു. അതിനുശേഷം നല്ല രീതിയിൽ അവനൊരു മസാജെല്ലാം കൊടുത്തിട്ടോ. അതിനുശേഷം ചെവിയെല്ലാം ചെക്ക് ചെയ്തപ്പോഴാണ് നമുക്ക് അവൻ്റെ അത്രയും ആ ഒരു എഫക്റ്റ് മനസ്സിലായത് അവൻ്റെ ബുദ്ധിമുട്ടിൻ്റെയൊക്കെ. ആദ്യത്തെ ഗ്രൂമിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ടൂളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു കാര്യം വന്നായിരുന്നു. ഹൈപ്പർ ആക്റ്റീവ് ഒന്നുമല്ല കേട്ടോ. ആൾക്ക് നല്ല പെയിനൊക്കെ ഉള്ളതുകൊണ്ടായാലും നമ്മളെന്തായാലും അവനെ ഒന്ന് കെയർ ചെയ്യാൻ ചെന്നാന്ന് അവന് മനസ്സിലാക്കിയത് കൊണ്ടും അവൻ നല്ല രീതിയിൽ നമ്മളോട് സഹകരിച്ചു. ചെവിയെ കണ്ടില്ലേ? ചെവിയിൽ നോക്കുമ്പോൾ പുറത്തേക്കറിയാം നമുക്ക് നല്ല രീതിയിൽ പഴുപ്പൊക്കെ ഉണ്ട്. എന്തായാലും അവൻ്റെ ചെവിയിലേക്ക് വെള്ളമൊന്നും പോകാത്ത രീതിയിൽ നമ്മൾ നോക്കി അവന് നല്ലൊരു ബാത്തൊക്കെ കൊടുത്തിട്ടോ. കുറേ നാളായി അവനെ കുളിപ്പിച്ചിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഓണർ ഇവിടെ ഇല്ല. അവൻ്റെ ഓണറിൻ്റെ ഫ്രണ്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കെയറിൻ്റെ കുറവ് വന്നതിൻ്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ പറ്റിയത്. എന്തായാലും നമ്മൾ ഓണറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റലൈസ് ചെയ്യണം, അവൻ്റെ ഇയർ നോക്കണം, അവന് അത്രയും ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓണറിനെ അറിയിച്ചു. എന്തായാലും ഓണർ എല്ലാം ഓക്കെ ആക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ ഓണറായിട്ട് നേരിട്ട് വീഡിയോ കോളൊക്കെ സംസാരിച്ചായിരുന്നേ. എന്തായാലും എല്ലാ ദിവസവും വെയിലൊക്കെ കൊള്ളിക്കാൻ പറഞ്ഞ് നല്ല ഒരു ഹാപ്പി ഡേ ഒക്കെ പറഞ്ഞ് നമ്മളെന്തായാലും അവിടെ നിന്ന് പോന്നു. എന്തായാലും സന്തോഷമുള്ള ഗ്രൂമിങ് ആയിരുന്നു.